ഇനി ചോക്കിംഗ് എന്ന് പറയുമ്പം നമ്മളെന്താ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് നിറുകെ കയറി നിറുകുന്ന സ്ഥലമില്ല കേട്ടോ. അപ്പം ആക്ച്വലി നിറുകെന്ന് പറയുന്നത് നമ്മളിപ്പം വിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും പറയും അയ്യോ നിറുകെ കയറി തലക്കിട്ട് തട്ടുന്നതെന്ന്. അപ്പം നമ്മൾ ആക്ച്വലി നമ്മൾ നിറുകയിലല്ല, അത് ലങ്സിലേക്കാണ് പോകുന്നത്. അപ്പം അതാണ് ചോക്കിംഗ് എന്ന് പറയുന്നത്. ലങ്സിലേക്കല്ല, നമ്മുടെ ഈ ഇവിടെ വന്ന് തടഞ്ഞു നിൽക്കണം. അതായത് ഫുഡ് പാർട്ടിക്കിൾ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നറിയാതെ നിൽക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ അനാട്ടമി ഫിസിയോളജി തന്നെ ഫസ്റ്റ് പറയുകയാണ്. നമ്മുടെ ബ്രീത്തിൻ്റെ ഇതും നമ്മുടെ അതായത് ട്രക്കിയോയും ഈസോഫാഗസും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു വാൾവാണ്. ഈ വാൾവ് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് മറ്റേ നമ്മുടെ ട്രക്കിയ നമ്മുടെ ഉള്ള വാൽവ് ക്ലോസും നമ്മുടെ ഈസോഫാഗസിലേക്കുള്ള വാൽവ് തുറന്നു വലിയിരിക്കുന്നത്. ആ സമയത്തായിരിക്കും നമ്മൾ എന്തെങ്കിലും വർത്തമാനം ചിരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോഴേക്കും എന്ത് പറ്റും, ഈ ഫുഡ് പാർട്ടിക്കിൾ നമ്മൾ എയറിൻ്റെ ഒരു ഇത് വന്നല്ലോ, അപ്പോൾ ഫുഡ് പാർട്ടിക്കിൾസിന് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. അപ്പോൾ അതെന്ത് ചെയ്യും, അവിടെ വന്ന് തടഞ്ഞു നിൽക്കും. ആ സിറ്റുവേഷനിൽ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. നമ്മൾ നിറുകെ കയറുന്നുണ്ടെങ്കിൽ ചോക്കിങ് ആയിട്ടിരിക്കുമ്പോൾ എല്ലാവരും എങ്ങനത്തെ റെസ്പോൺസ് ആക്കി എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ കണ്ണ് പിഴിച്ച് ഇങ്ങനെ വെക്കും അല്ലേ. അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അയാളുടെ ഫുഡ് പാർട്ടിക്കിൾ ഇതായി. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, അവരെ നമ്മളിപ്പം നമ്മുടെ മുമ്പിൽ അയാളുണ്ടെന്ന് വിചാരിക്കുക. അപ്പം അയാളെ നമ്മൾ കാലകത്തി വെച്ചിട്ട് അയാളെ ഇവിടെ നിർത്തുക. അതായത് അയാൾ വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈ ഇത് വെച്ചിട്ട് നമ്മുടെ ഈ വയറിൻ്റെ ഇവിടെ വെച്ചിട്ട്, അതായത് നമ്മുടെ വയറിൻ്റെ അല്ല, ഇത് ആർക്കാണ് പറ്റിയേക്കുന്നത് അവരുടെ വയറിൻ്റെ ഇവിടെ വെച്ചിട്ട് നമ്മൾ അതായത് അകത്തോട്ടും മുകളിലോട്ടും ഡൗൺവേർഡ് ആണ് അപ്വേർഡ്, അതായത് അകത്തോട്ട് കയറ്റി ഇങ്ങനെ വെക്കുക. അപ്പോഴേക്കും ഇവർ നമ്മൾ അത് 1 2 3 4 പ്രാവശ്യം ചെയ്യുക, 5 പ്രാവശ്യം ചെയ്യുക. അപ്പോഴേക്കും ചിലപ്പോൾ എന്ത് ചെയ്യും, ആ പാർട്ടിക്കിൾ പുറത്തോട്ട് വരും. അപ്പം അതുപോലെ തന്നെ പിന്നെയും അതായത് ഞാൻ ഇത് പറയുന്നത് മുഴുവൻ അഡൾട്ട്സിൻ്റെ കാര്യമാണ്. അതായത് നമ്മൾ കൈ ഇങ്ങനെ പിടിക്കുക, മുഷ്ടി പിടിക്കുക, നമ്മുടെ ഈ വയറിൻ്റെ ഈ ഇവിടെ ആയിട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് ആദ്യം ഡൗൺവേർഡ് ചെയ്യുക, അതായത് അകത്തോട്ട് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ മുകളിലോട്ട് ചെയ്യുക. അപ്പം ഈ ഇവിടെ നിൽക്കുന്ന സാധനം തെറിച്ച് വരാനാണ്. ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ 2 കാര്യമുണ്ട്. ചിലപ്പോൾ ഈ പേഷ്യൻറ്റ് നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് അവരെ വായിലിട്ട് ഇങ്ങനെ കിള്ളി നോക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം, അത് പുറത്തോട്ട് അവർ തന്നെ പോകുന്നോളം വരെ വെയിറ്റ് ചെയ്യുക. ഇനിയിപ്പം ഈ പേഷ്യൻ്റ് എന്ത് ചെയ്യാം, ഇങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷനിൽ റെസ്പിറേറ്ററി അറസ്റ്റ് വന്നു, അതായത് നമ്മൾ ശ്വാസം അടച്ചിട്ട് പേഷ്യൻ്റ് വേണം കൊളാപ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴും ഈ പറഞ്ഞ CPR ആണ്, അതായത് പേഷ്യൻ്റ് കൊളാപ്സ് ആയി അൺറെസ്പോണ്ടീവ് ആണ്, അല്ലെങ്കിൽ പൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതായത് പൾസും ഇല്ല ഇതും ഇല്ല, പേഷ്യൻ്റ് കൊളാപ്സ് ആയി പോവാണെങ്കിൽ നമ്മൾ CPR കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മളിടയ്ക്ക് ഇതിൻ്റെ ഇത് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. ഇനി ഇതേപോലെ തന്നെ കുട്ടികൾക്കും ഈ ഒരു സിറ്റുവേഷൻ വരാനുള്ള ചാൻസ് അല്ലേ. കുട്ടി പാല് കുടിച്ചിട്ട് നമ്മൾ ഇത് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടീനെ നമ്മുടെ കയ്യിൽ കിടത്തിയിട്ട് നമ്മൾ ഈ പുറവശത്തുള്ളതിൽ സ്ലാപ്പ് ചെയ്യുക, തട്ടുക. അതുപോലെ തന്നെ ഇങ്ങനെ 5 പ്രാവശ്യം സ്ലാപ്പ് ചെയ്ത് നേരെ കിടത്തിയിട്ട് നോക്കുക എന്ത് കുട്ടിയുടെ വായിലുണ്ടോ എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യവും ചെയ്ത് ഇതുപോലെ അതും കുട്ടിക്കും ഈ പറഞ്ഞ പോലെ നമ്മൾ കുട്ടി ഓക്കെ ആണോ, അതായത് അൺറെസ്പോണ്ടീവ് ആവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ റെസ്പോണ്ട് കുട്ടി, അതായത് കുട്ടിയുടെ ബോധം കെട്ടുപോകുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ കുട്ടി റെസ്പോണ്ടീവ് അല്ലാത്ത രീതിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ CPR കൊടുത്ത് നമ്മളത് ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ ചോക്കിങ് എന്നുള്ള അവസ്ഥയും, അതായത് നമ്മൾ ഈ പറഞ്ഞ നിറുകെ കയറുന്ന ഒരു അവസ്ഥയും എല്ലാവരും വീട്ടിലാണെങ്കിൽ നമ്മൾ പുറത്ത് നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സിറ്റുവേഷനിലാണ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷന് നമ്മൾ അലേർട്ടാണ്. കാരണം ആ ഒരു ജീവൻ ആ ഒറ്റ കാരണത്താൽ ചിലപ്പം നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉചിതമായിട്ട് അപ്പം തന്നെ പോയി റെസ്പോണ്ട് ചെയ്ത് നമ്മൾ ആ ജീവനെ തിരിച്ചു വിളിക്കാൻ നോക്കുക.